അവൾ വരുമെന്ന് നിന്നോട് പറഞ്ഞു. അവൻ ചെയ്യുമെന്ന് നിന്നോട് പറഞ്ഞു. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ആദ്യം ക്വസ്റ്റ്യൻ ഭാഗം നമ്മൾ ആദ്യം എഴുതണം. നിന്നോട് പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞ കാര്യമാണ്. ഡിഡ് വേണം. ഡിഡ് നിന്നോട് പറഞ്ഞു. ആര്? അവൾ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം? ഡിഡ് ഷീ ടെൽ യു? നിന്നോട് പറഞ്ഞു. എന്ത്? അവൾ ഷീ വരുമെന്ന്. ഈ മെന്ന് എന്ന് പറയാൻ നമ്മൾ വുഡ് ഉപയോഗിക്കണം. ഷീ വുഡ്. വുഡ് ഒരു ഓക്സിലറി ആണ്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം V1 ആണ് വേണ്ടത്. ഡിഡ് ഷീ ടെൽ യു ഷീ വുഡ് കം? അവൾ പറഞ്ഞോ നിന്നോട് അവൾ വരുമെന്ന് പറഞ്ഞോ? അപ്പൊ ഇവിടെ നമ്മളൊരു ദാറ്റും കൂടെ കൊടുത്താൽ ഒന്നും കൂടെ നന്നായിട്ടിരിക്കും. എങ്ങനെ പറയും? ഡിഡ് ഷീ ടെൽ യു ദാറ്റ് ഷീ വുഡ് കം? അവൾ വരുമെന്ന് നിന്നോട് പറഞ്ഞു. അവൻ ചെയ്യുമെന്ന് നിന്നോട് പറഞ്ഞു. ഇതെങ്ങനെ എഴുതാൻ പറ്റും? ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതുക. എന്താണ്? നിന്നോട് പറഞ്ഞു. ഡിഡ്. ആരാണ് പറയേണ്ടത്? അവൻ. ഡിഡ് ഹി ടെൽ? നിന്നോട്. ഡിഡ് ഹി ടെൽ യു? നമ്മളിവിടെ ഡാറ്റ് കൊടുക്കുകയാണ്. എന്താണ്? സെന്റൻസുകളെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി. എന്താണ് പറഞ്ഞത്? അവൻ ചെയ്യുമെന്ന്. അവൻ ചെയ്യുമെന്ന്. മെന്ന് എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം? വുഡ് കൊടുക്കണം. അപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ചെയ്തോളൂ. അവൻ ചെയ്യുമെന്ന് എങ്ങനെ എഴുതുമെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്തോളൂ. താങ്ക് യു.